മലയാളികളായ 3 പേരെ അരുണാചലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ വളരെ വിചിത്രവും ഞെട്ടിക്കുന്നതുമായ ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. മരിച്ച കോട്ടയം സ്വദേശി നവീന്റെ കാറിൽ നിന്നും പോലീസ് ഇപ്പോൾ പ്രത്യേക തരത്തിലുള്ള കല്ലുകളും ചില ചിത്രങ്ങളുമൊക്കെ കണ്ടെടുത്തു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് അരുണാചലിലേക്ക് ഇവർ യാത്ര തിരിക്കുന്നതിന് മുൻപ് നവീൻ എയർപോർട്ടിൽ ഉപേക്ഷിച്ച കാറിൽ നിന്നാണ് മൂർച്ചയേറിയ ചെറിയ കത്തികളും ക്രിസ്റ്റലുകളും അന്യഗ്രഹ ജീവികളുടെ ചിത്രങ്ങളും അടക്കം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അന്യഗ്രഹ ജീവിതത്തിലേക്ക് ആകൃഷ്ടരാകാൻ ആര്യയെയും ഭാര്യ ദേവിയെയും സ്വാധീനിച്ചത് നവീനായിരുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. അതുമാത്രമല്ല, ഡോൺ ബോസ്കോ എന്ന പേരിൽ ആര്യയ്ക്ക് ചില ഇമെയിൽ സന്ദേശങ്ങളൊക്കെ ലഭിച്ചിരുന്നു. 2021 മുതലാണ് ഈ സന്ദേശങ്ങളൊക്കെ ആര്യയ്ക്ക് വന്നു തുടങ്ങിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ നവീൻ ആയിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. അതായത് രഹസ്യ കോഡ് ഉപയോഗിച്ചായിരുന്നു അന്ന് ആശയവിനിമയം നടത്തുന്നത്. നവീൻ തന്നെയാണോ ഈ ഡോൺ ബോസ്കെ എന്നത് സ്ഥിരീകരിക്കാൻ ജിമെയിലുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് പോലീസ്. വരും ദിവസങ്ങളിൽ ജിമെയിൽ അധികൃതർ ഔദ്യോഗികമായ ചില വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തിയേക്കും എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ഇത് മാത്രമല്ല, ഇതിൽ നിന്നുമൊക്കെ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം ഇവർക്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ഇമെയിലിൽ സൂചിപ്പിച്ചിട്ടുള്ള കല്ലുകളാണ് ഇതെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഡോൺ ബോസ്കോ എന്ന വിലാസത്തിൽ നിന്നും ആര്യയ്ക്ക് വന്ന മെയിലിലാണ് ഇവയെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇമെയിൽ ഐഡിയുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കൂടാതെ യാത്രാ ചിലവിന് ആവശ്യം വന്നപ്പോൾ ആര്യയുടെ ആഭരണങ്ങൾ ഇവർ വിറ്റതായും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉൾഗ്രാമങ്ങളൊക്കെ നവീൻ തോമസിന് അറിയാമായിരുന്നു. ഈ സംഭവത്തിലെ സൂത്രധാരനും നവീൻ തോമസ് എന്ന് തന്നെയാണ് തെളിവുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ ഈ 3 പേരുടെ മരണത്തിന് പിന്നിൽ 4മതൊരാളുടെ സാന്നിധ്യമൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനൊരു സംഭവം അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറയുന്നത്. നവീനൊപ്പം ഭാര്യ ദേവി, ദേവിയുടെ കൂട്ടുകാരി ആര്യ എന്നിവരാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. നവീന്റെ കോട്ടയം മീനടത്തെ വീട്ടിൽ ശനിയാഴ്ച വട്ടിയൂർക്കാവ് പോലീസ് പരിശോധന നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ ദേവിയും ആര്യയും ജോലി ചെയ്ത സ്കൂളിലെ സഹപ്രവർത്തകരുടെ മൊഴിയെടുക്കും. അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടവർ നവീനും സംഘത്തോടും യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതാണ് ഇനി അന്വേഷിക്കുന്നത്. അതുമാത്രമല്ല, അരുണാചൽ പ്രദേശിലെ സീറോയിൽ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഒക്കെ അരുണാചൽ പ്രദേശ് പോലീസ് അവരുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു. ഇതിലെ വിവരങ്ങളടക്കം നൽകണമെന്നാവശ്യപ്പെട്ട് അരുണാചൽ പോലീസിനെ സിറ്റി പോലീസ് കമ്മീഷണർ സമീപിച്ചിരിക്കുകയാണ്. ആര്യയും ദേവിയെയും വിചിത്ര വിശ്വാസത്തിലേക്ക് നയിച്ചതും അന്യഗ്രഹ ജീവിതം സാധ്യമാകുമെന്ന് വിശ്വസിപ്പിച്ചതുമൊക്കെ നവീൻ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ദേവിയുമായുള്ള വിവാഹത്തിന് മുൻപ് തന്നെ നവീൻ ഇത്തരം ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നതും. ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിനിടെയാണ് ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐഡി നവീന്റെയോ ദേവിയുടെയോ വ്യാജ മെയിൽ ഐഡി ആകാമെന്നും പോലീസ് സംശയിക്കുന്നത്. ആര്യയുടെ ഇമെയിലിൽ നിന്നാണ് ഡോൺ ബോസ്കോ ഐഡിയിൽ നിന്ന് വന്ന സന്ദേശങ്ങളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതും. അന്യഗ്രഹ ജീവിതത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് ആര്യയുടെ ലാപ്ടോപ്പിൽ നിറയെ ഉള്ളതും. സീറോയെ എന്ന സ്ഥലവും സമയവും തിരഞ്ഞെടുത്തതിന്റെ കാരണമടക്കമാണ് ഇനി പോലീസ് അന്വേഷിക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷം മാർച്ചിലും നവീനും ദേവിയും അരുണാചലിൽ പോയിട്ടുണ്ട്. ലാപ്ടോപ്പിലെയും മൊബൈൽ ഫോണിലെയും വിവരങ്ങൾ നൽകണമെന്നാണ് അരുണാചൽ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മരിച്ചവർക്ക് വിചിത്ര വിശ്വാസങ്ങൾ ഉണ്ടായതായിട്ടും സൂചനകളുണ്ട്. ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവർ കണ്ടെത്തിയത്. ഇത് മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറിയതാണെന്നും ഭൂമിയിലെ 90% മനുഷ്യരെയും മൃഗങ്ങളെയും 2 ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്നുമാണ് ഇവരുടെ വിശ്വാസം. ആൻഡ്രോമീഡിയ ഗാലക്സിയിൽ നിന്നുള്ള മീതി എന്ന സാങ്കല്പിക കഥാപാത്രവുമായിട്ടാണ് ഇവർ സംഭാഷണം നടത്തിയത്. വിചിത്ര വിശ്വാസങ്ങൾ അടങ്ങിയ 466 പേജുകളുടെ പകർപ്പാണ് പുറത്തുവന്നത്. ഏപ്രിൽ 2-നാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ ആര്യയും ദമ്പതികളായ സുഹൃത്തുക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഏറെ ദുരൂഹതകൾ തന്നെയാണ് ഈ സംഭവത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.